ബാറ്റുമായി ധോണി ഗ്രൗണ്ടിലിറങ്ങിയാൽ എന്തുണ്ടാകുമെന്ന് ക്രിക്കറ്റ് പ്രേമികൾക്ക് ഉറപ്പായും അറിയാം. കുറച്ചു നാളായി ക്രിക്കറ്റ് ആരാധകർ കാത്തിരുന്ന വെടിക്കെട്ട് പ്രകടനമാണ് മഹേന്ദ്ര സിംഗ് ധോണി ഞായറാഴ്ച കാഴ്ചവെച്ചത്. ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ഞായറാഴ്ച നടന്ന മത്സരത്തിൽ 16 പന്തിൽ 4 ഫോറും 3 സിക്സും അടക്കം പുറത്താകാതെ 37 റൺസ് നേടിയ ധോണിയുടെ അവസാന ഓവർ പ്രകടനം ടൂർണമെൻറ്റിലെ മറക്കാനാവാത്ത ഒന്നായി മാറുകയായിരുന്നു. എങ്കിലും വിശാഖപട്ടണത്തെ ഡോക്ടർ YS രാജശേഖർ റെഡ്ഡി സ്റ്റേഡിയത്തിൽ നിലവിലെ ചാമ്പ്യൻ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ 20 റൺസിൻ്റെ ജയത്തോടെ ഡൽഹി ക്യാപിറ്റൽസ് IPL 2024 സീസണിലെ ആദ്യ വിജയം രേഖപ്പെടുത്തി. ഡേവിഡ് വാർണറുടെയും ക്യാപ്റ്റൻ ഋഷഭ് പന്തിൻ്റെയും അർദ്ധ സെഞ്ചുറികളുടെ പിൻബലത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് 5 വിക്കറ്റ് നഷ്ടത്തിൽ 191 റൺസ് നേടുകയായിരുന്നു. ചെന്നൈ സൂപ്പർ കിങ്സിനായി ഈ സീസണിൽ ആദ്യമായി ബാറ്റ് ചെയ്ത ധോണി വെറും 16 പന്തിൽ പുറത്താകാതെ 37 റൺസ് നേടി. നേരിട്ട ആദ്യ പന്തിൽ തന്നെ മുകേഷ് കുമാറിനെ ധോണി ബൗണ്ടറി കടത്തി. വിശാഖപട്ടണത്തെ കാണികളെ ആവേശഭരിതരാക്കാൻ അതുതന്നെ ധാരാളമായിരുന്നു. അതേ ഓവറിൽ മറ്റൊരു 4 കൂടി പറത്താൻ ധോണിക്ക് കഴിഞ്ഞു. അടുത്ത ഓവറിൽ ഖലീൽ അഹമ്മദിനെ ധോണി സിക്സറിന് പറത്തി. അവസാന ഓവറിൽ 2 ബൗണ്ടറികളുമായി കളി അവസാനിപ്പിച്ചു. നിലവിലെ ചാമ്പ്യന്മാരെ തോൽപ്പിക്കാൻ ഡൽഹി ടീമിന് കഴിഞ്ഞെങ്കിലും ധോണി ആരാധകർക്ക് ഞായറാഴ്ച ഉത്സവത്തിൻ്റെ ദിനമായിരുന്നു. കാരണം അവർ വീണ്ടും കണ്ടത് ധോണിയുടെ അഴിഞ്ഞാട്ടമായിരുന്നു എന്നത് തന്നെ. ഇതേ ഗ്രൗണ്ടിൽ 19 വർഷം മുമ്പ് പാകിസ്ഥാനെതിരെ ധോണി നേടിയ 148 റൺസ് പ്രകടനത്തിൻ്റെ തനിയാവർത്തനമാകുമോ എന്നുപോലും ആരാധകർ പ്രതീക്ഷയോടെ കാത്തു. ധോണിയുടെ പ്രകടനം ടീമിനെ രക്ഷിച്ചില്ലെങ്കിലും IPL വേദിയിൽ ഇത്തരമൊരു ഗംഭീര ബാറ്റിംഗ് കാഴ്ചവെച്ച് CSKയുടെ മാനം രക്ഷിച്ചു എന്ന് വേണം കരുതാൻ. ഒപ്പം IPL വെടിക്കെട്ട് എങ്ങനെയാകണം എന്നത് ഉദാഹരണ സഹിതം വ്യക്തമാക്കുകയായിരുന്നു ധോണി.